നല്ല പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദേവയാനി ചായയും പലഹാരങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ജാനകി പറയുകയാണ്, മോനും മരുമോളും വരാറായപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെക്കുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജൊക്കെ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ചേട്ടത്തി ഇത്രയ്ക്ക് ഇത് അധപതിച്ച് പോയല്ലോ എന്നൊക്കെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ അടിമയായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് പക്ഷേ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇല്ല, അത് അവളെ ഇഷ്ടം അവൻ്റെ ഇഷ്ടമായിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, അവനാ ഒരു പെൺകൊന്തനെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാ ഭർത്താക്കന്മാർ, ഭാര്യയുടെ ഇഷ്ടത്തിന് ഇഷ്ടമായിരിക്കണം ഭർത്താവിൻ്റെ ഇഷ്ടം എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ ഇങ്ങനെ പെണ്ണിന് അടിമയാവാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അങ്ങനെ അടിമയാവണമെന്നും ഞാൻ പറയില്ല, പക്ഷേ പരസ്പരം മനസ്സിലാക്കി വേണം ജീവിക്കാൻ എന്നിങ്ങനെ പറയാം, അല്ലെങ്കിൽ അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജലജ പറയാം, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിന്നോടൊപ്പം നിൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് നീ അവന് വല്ല സൗകര്യവും കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ അവൻ്റെ പാട്ടിനൊക്കെ പോയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ. ഈ സമയം തന്നെ നയനയും ആദർശം കൂടെ വരികയാണ്. അപ്പോൾ നയന ഓള് മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വടക്ക് മുത്തശ്ശി വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ജലജ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഓ ഇതിലെന്ത് കാണാതിരിക്കുക, കണ്ടതല്ലേ ടി വിയിലെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് നേരിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി ചോദിക്കുകയാണ്, ഇതെന്താ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇത് ഓഫീസിലല്ലേ വയ്ക്കാനുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നില്ല, ഞാൻ അവിടെ വച്ചില്ല, ഇങ്ങ് കൊണ്ടുവന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ വീട്ടിലൊന്നും പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ദേവേനെ. അപ്പോൾ പറയുന്നുണ്ട്, ആ വീട്ടിൽ പോയായിരുന്നു, അവിടെ പോയിട്ടാ ഇനി വന്നതെന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അപ്പോൾ പറയാം, എങ്കിൽ പിന്നെ നിനക്ക് അവിടെ വെച്ചിരുന്നാൽ പോരെ, നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആദർശ് പറയുകയാണ്, അല്ല ഇവിടെ വയ്ക്കുന്നതാ കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവിടെ തന്നെ വെക്കണമെന്ന്, ഇവിടെ വെച്ചാലല്ലേ നമ്മളൊക്കെ കാണുള്ളൂ, അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇല്ല, മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനയ്ക്ക് അവാർഡ് കിട്ടുമ്പോൾ ഇവിടെ തന്നെ വയ്ക്കണം, പിന്നെ ഞാനത് തറപ്പിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇനി നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മോൾക്ക് ആദ്യമായിട്ട് കിട്ടിയ അവാർഡ്, അത് ഇവിടെ തന്നെയാണ് ഇരിക്കേണ്ടത്, പിന്നെ മോളടുത്ത് അസൂയുള്ളവരൊക്കെ രാവിലെ ഉറക്കമൊഴിച്ച് വരുമ്പോൾ ഇത് തന്നെ കണി കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ നയനയ്ക്ക് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ ദേവേനെ ഇങ്ങനെ നയനയ്ക്ക് കുറ്റം പറയുന്ന സമയത്തും നയനയ്ക്ക് ഇങ്ങനെ ചിരി അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പരസ്പരം രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജലജ പറയുകയാണ്, ഇങ്ങനെ ഒരു ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും അസൂയപ്പെടാനാ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ്, അപ്പച്ചി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, കാരണം നമ്മുടെ ജ്വല്ലറിയിൽ എത്രയും ഡിസൈനർമാർ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ജാനകി പറയുകയാണ്, അത് കിട്ടാത്തത് ഇപ്പോൾ കിട്ടിയത് നീ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെയാണ് കാര്യം, ഗ്രേസി ആൻറ്റി നിൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, അപ്പോൾ നീ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവർ ഇവർക്ക് അവാർഡ് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ അമ്മ ആൻറ്റിയൊക്കെ, പിന്നെ എന്തിനാ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ വിഷുവായിട്ട് ഒരുപാട് കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട്, അവരൊക്കെ തന്നെ നയനാസ് കളക്ഷൻസ് ചോദിച്ചാൽ വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയിൽ ഒരുപാട് ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുമുണ്ട്, അതൊക്കെ ഞാൻ റെക്കമെൻഡേഷൻ ചെയ്തിട്ടാണോ ആ കസ്റ്റമർ വന്ന് അവർ ഓർണമെൻറ്റ്സ് എടുക്കുന്നത്, അത് നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്തിട്ടല്ലല്ലോ, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ അവരൊരു ഓർണമെൻറ്റ്സ് നിന്ന് എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലെ ഉയർച്ചയിൽ ഇവക്കും നല്ലൊരു പങ്കുണ്ടെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ ജലജയ്ക്കൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇത് കേട്ടിട്ട് ഈ സമയം ദേവാനിയും നയനയും കൂടെ മുഖത്തോട് നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഒരു മനസ്സിൽ നല്ല സന്തോഷിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട്, നീ കുറേ മല മറിച്ചിട്ട് വന്നേല്ലേ, പോയി ഫ്രഷായിട്ട് വാ, ചായയും പലഹാരങ്ങളൊക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടെ അങ്ങ് റൂമിലോട്ട് പോവുകയാണ്. അടുത്തായിട്ട് ജലജ ദേവേനോട് പറയുന്നുണ്ട്, ടി വിയിൽ പറഞ്ഞത് കേട്ടില്ലേ അവളെ പേര് നയന ആദർശെന്ന്, ആദർശ് അവളെ വാലായിപ്പോയല്ലോ ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇത് കേട്ടിട്ട് മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ, വാലായ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ വാലാട്ടാൻ ഇല്ലാതായിപ്പോയെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജലജയ്ക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ.
ഇട്ട് നയനയും ആദർശം കൊണ്ട് നടന്ന് വരുമ്പോൾ ഇങ്ങനെ അനിയെ കാണുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷമാണ്. അനി ചോദിക്കുന്നുണ്ട്, അവാർഡൊക്കെ വാങ്ങിയിട്ട് വന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ട് അവാർഡ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ് അത് മുത്തശ്ശി വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ അനാമികയും അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, നമ്മൾ എവിടെ വീട്ടിൽ പോയപ്പോഴാണ് അറിഞ്ഞത് നിൻ്റെ കൂട്ടുകാരിക്ക് സുഖമില്ല, അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിനെന്ന് നയന പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അനാമികയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിഷമമാവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ അനാമിക നോക്കിയിട്ട് പറയും, ഇത് കേട്ടപ്പോൾ നിൻ്റെ മുഖം അങ്ങ് വാടിയല്ലോ എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, പിന്നെ ഒരാൾക്ക് അസുഖം എന്ന് കേൾക്കുമ്പോൾ കൈ ഒട്ടിച്ചിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, അല്ലെങ്കിലും ദൈവകോപം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ അസുഖമൊക്കെ വരുന്നതെന്ന് പറയും. അപ്പോൾ നയന പറയും, അങ്ങനെയല്ല ഞാൻ കേട്ടിട്ടുള്ള ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ന്യായങ്ങൾ കാണുമല്ലോ. അനി പറയാണ്, നല്ലൊരു കാര്യം അവാർഡൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്, ആ സന്തോഷം നീയായിട്ട് തല്ലിക്കെടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയാണ്, അതൊക്കെ എനിക്കറിയാം, എന്തായാലും ആദർശേട്ടൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശിന് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ആദർശ് പറയാണ്, ഞാൻ മാത്രമല്ല വേണു എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്കങ്ങ് എന്ത് പറയുക, ഒരുമാതിരി ആയി പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അവാർഡിൻ്റെ പേരിൽ കുറേ പേര് അവളെ താഴ്ത്തി കിട്ടുന്നുണ്ട്. ഇത് കുശുമ്പും ഗുണമേയൊന്നും ഇല്ലാതെ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാണ് അവളത് നേടിയെടുത്തത്. ആരായാലും അധ്വാനിച്ചാൽ അതിനുള്ള പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് അവൾക്ക് കിട്ടിയാൽ എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, കണ്ടോ ഇങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന ആദർശന് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെടുന്നില്ല, നയനേച്ചി നീ കുറ്റം പറയുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അവൾക്ക് ഇനി ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പോലും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇനി അവൾ അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ ദേഷ്യം വന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. അനാമിക ജാനകിയോട് ഒന്ന് പറയാണ്, അവൾക്ക് ഒരുത്തിക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് ഭയങ്കര വിഷമമായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളെ ഏത് നേരവും ഇങ്ങനെ അവനെ വിമർശിച്ചുകൊണ്ടിരുന്ന അത് കൂടുതൽ നിങ്ങളുടെ ബന്ധത്തെ അകൽച്ചയല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് എന്താ ഇനി അവൻ അകന്ന് പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു താലി കെട്ടിയ ബന്ധം എന്നല്ലാതെ വേറൊരു തരത്തിലുള്ള ബന്ധം ഇല്ലയെന്ന് ഇങ്ങനെ പറയുകയാണ്. ജാനകി ചോദിക്കുന്നുണ്ട്, അയ്യോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെയാണ് അവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് മുത്തശ്ശനെയും ബാക്കിയുള്ളവരെയൊക്കെ ഭയന്നാണ് അവരിങ്ങനെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ സമയം ജലജ അവിടേക്ക് വരികയാണ്. ജലജ ചെന്നിട്ട് പറയുന്നുണ്ട്, അനാമിക മോള് പറയുന്നത് കേട്ടില്ലേ, നീ ഇനിയെങ്കിലും നിൻ്റെ മോനെ പറഞ്ഞ് തിരുത്തേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അവൻ കേൾക്കാത്തതിന് ഇനി എന്ത് ചെയ്യാനാണ്, ഇനി മാറ്റം വരുത്തേണ്ട മോളെ സ്വഭാവമാണെന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എല്ലാം മാറും മോളെ, ഇനി അവിടെ എന്തായാലും ക്യാമ്പിൽ ട്രെയിനിങ്ങിന് പോകുമല്ലോ, അപ്പോഴത്തേക്കും ഇനി കുറച്ച് നാൾ കാണാതെയൊക്കെ ഇരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പിൻ്റെ പരിസരത്ത് മനിയും കാണും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. അമ്മയ്ക്കറിയോ ഞാൻ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും അനി അവൾക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്ര നാൾ ഇതൊക്കെ സഹിച്ച് പിടിച്ച് ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഒരു കാര്യം ഉറപ്പായി, ഈ കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക എണീറ്റ് പോവുകയാണ്. ജലജ പറയുന്നുണ്ട്, മോൾക്ക് അത്രയ്ക്കും അടുത്തെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകിയോട്. അപ്പം ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും അനാമികയുടെ പകരക്കാരിയായിട്ട് ഒരിക്കലും ഗോവിന്ദൻ്റെയും കനകയുടെ മോൾ ഇവിടെ വരില്ല. അങ്ങനെ വന്നാൽ അന്നത്തെ ദിവസം എൻ്റെ മോനെ എൻ്റെ കർമ്മം ചെയ്യേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ മനസ്സിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആരൊക്കെ കർമ്മം ചെയ്താലും ആർക്ക് വേണ്ടിയൊക്കെ കർമ്മം ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കും എൻ്റെ മക്കൾക്കും നല്ല സുഖമായിട്ട് ജീവിക്കണം, എനിക്കത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അനി ഇങ്ങനെ നന്ദുവിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കനകയാണ്. എന്നിട്ട് എടുത്തിട്ട് പറയുന്നത്, എന്താ മോനെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇല്ല നന്ദുവിന് ഇങ്ങനെ സുഖമില്ലാന്ന് അറിഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് അവളെ ഫോൺ അടുത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തായാലും അവിടെ മോൻ ഇങ്ങനെ വിളിക്കുന്നതെന്നും മോൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഇനി പരമാവധി വിളിക്കാതിരിക്കുകയല്ലേ ചെയ്യാനുള്ളൂ എന്നൊക്കെ കനക ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയും പോലെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരി മോനെ വേറെ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ്.
അങ്ങനെ ഗോവിന്ദൻ വന്ന് ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചതെന്നൊക്കെ. അപ്പോൾ കനക പറയുകയാണ് ഇങ്ങനെ അനിയാണ് വിളിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോള് കാരണം അവരെ ബന്ധത്തിലൊരു വിള്ളൽ വീഴാൻ പാടില്ല, അവർ അകന്നു പോകാനും പാടില്ല, അത് നമ്മളും കൂടെ ശ്രദ്ധിക്കണമെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട് അന്ന് ഒരു മുദ്രം കൊടുത്തില്ലേ, അത് എനിക്ക് അനിയാണെന്നുള്ളതിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാര്യം അവളെ ഫ്രണ്ട്സ് കൊടുത്തെന്നാണ് പറഞ്ഞത്, എങ്കിലും എനിക്ക് നല്ല സംശയമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആ ജ്യോത്സ്യം പറഞ്ഞതാണ് എനിക്ക് പേടി, കാരണം അവൾ ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയാണ് അങ്ങനെ ജ്യോത്സ്യം പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട, പക്ഷെ നമ്മൾ കൂടുതലും അവരെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട്. അടുത്തായിട്ട് ദേവയാനി ഒരു കഷായമായിട്ട് നയനയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് മോളിത് കുടിക്കുക, ഇത് കരളിനൊക്കെ നല്ലതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് എങ്കിൽ അമ്മ കുടിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറഞ്ഞ് ഞാനിത് കുറേ കുടിച്ചത് ഇനി മോളെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ പറയണമെങ്കിൽ അമ്മ കുടിക്കുക, അമ്മ കുടിച്ചിട്ട് എനിക്ക് ബാധ്യത എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നയന കുടിച്ചിട്ട് ഇങ്ങനെ ദേവയാനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തിട്ട് ദേവനെ കൊണ്ട് കുടിപ്പിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ് ഇല്ല ഞാൻ തന്നെ കുടിച്ചുള്ളൂ, ഇങ്ങോട്ട് താ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ജലജ ഇങ്ങോട്ട് വരുന്ന കാണുന്നുണ്ട് നയന. അപ്പോൾ നയന പറയുകയാണ് അപ്പച്ചി വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം ദേവിന് പെട്ടെന്ന് എന്നാൽ നീ കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കാണല്ലോ ബുദ്ധിമുട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ജലജ വന്ന് ചോദിക്കേണ്ടത് എന്ത് പറ്റി എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ പറയണേ ആ വെയിലത്ത് അവാർഡൊക്കെ വാങ്ങിക്കാൻ പോയതല്ലേ, എന്നിട്ടിപ്പോൾ ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട്, അവളെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് അവൾക്ക് കഷായം വല്ല ഇട്ട് കൊടുക്കാം, ഇപ്പം നമ്മളാണ് അതിൻ്റെ ബാക്കിയെല്ലാം ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനി ഞാനൊന്നിത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൾക്ക് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോകാമല്ലോ. അപ്പോഴത്തേക്കും ആദർശം അല്ലേ വിഷമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എവിടെ പോയി കഴിയുമ്പോൾ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും അവളെ പോണെങ്കിൽ പോട്ടെ, ഏട്ടത്തി മിണ്ടാതിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇവള് പോയാൽ ആദർശിൻ്റെ വിഷമം നീ പരിഹരിക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ജലജ പറയുന്നുണ്ട് ഏട്ടത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജയും പോകുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നയനയും ദേവയാനിയും കൂടെ മുഖത്തോട് മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.